കേരള കോൺഗ്രസുകൾ അധീശത്വത്തിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ കോട്ടയത്തേക്കാണിനി. ഒപ്പം സ്വന്തം രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങുകയും ചെയ്ത മണ്ഡലം. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ടോബി, കഴിഞ്ഞ തവണ UDF-നൊപ്പം ഉണ്ടായിരുന്ന കക്ഷി ഇത്തവണ LDF-ൽ നിന്ന് മത്സരിക്കുന്നു. കേരള കോൺഗ്രസുകൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നു. കോട്ടയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സവിശേഷതകൾ ഏറെയുണ്ട് അവിടെ മത്സരത്തിന്. എന്താണ് കോട്ടയത്തെ പോളിംഗ് സംബന്ധിച്ച് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി, വേണു, എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അതിന്റെ ഒരു പ്രതിഫലനം ഈ ഒരു പോളിംഗിൽ കണ്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണ 75.44% വോട്ടാണ് പോൾ ചെയ്തത്. എന്നാൽ ഇത്തവണ അത്രയും വന്നില്ല എന്നുള്ളത് മാത്രമല്ല 65% ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കുന്നത്. ഇനിയും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. 1198 ബൂത്തുകളാണ് മൊത്തമുള്ളത്. ഇതിൽ 1160 ബൂത്തുകളിലെ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും ബൂത്തുകൾ മാത്രമാണ് വരാനുള്ളത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം അധികമൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 65-നും 70-നും ഇടയിൽ തന്നെ വന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഈ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയപ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന്, വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടതാണ് ആ ഇരു മുന്നണികളിലെയും ആളുകൾ കൂടുതലായി എത്തുന്നില്ല. അതായത് ആളുകളുടെ കുറവ് വലിയ രീതിയിൽ പ്രകടമായിരുന്നു ഈ കൊട്ടിക്കലാശത്തിലൊക്കെ. അത്തരത്തിൽ അതിന് സമാനമായ രീതിയിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. വൈക്കത്ത് മാത്രമാണ് പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ടോബി ജോൺസണാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.